Hi all, welcome to once. So Gate 2026 നോട്ടിഫിക്കേഷൻ വന്നു. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയേക്കാണ്. അപ്പോൾ ഇനി ഒട്ടും വൈകാണ്ട് തന്നെ എന്താ ഗേറ്റ് എക്സാമിന് എന്താ അപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ സീരീസിലൂടെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ടായിരുന്നു. ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്ന ഡേറ്റ്സ്, അതിൻ്റെ ഫീസ് സ്ട്രക്ചർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി നിങ്ങൾ ഫില്ല് ചെയ്ത് തുടങ്ങേണ്ട സമയമായി. കാരണം ടുവേർഡ്സ് എന്തൊക്കെ ആയി കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാം, ചിലപ്പോൾ സൈറ്റ് ഹാങ് ആവാം, എക്സ്റ്റൻഡഡ് പീരീഡിലേക്കൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ. അപ്പോൾ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ത്, ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി ഇനി ഒട്ടും വൈകാണ്ട് എന്ത് ചെയ്യുക, ഗേറ്റിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ മിസ്റ്റേക്സ് വരാണ്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മളൊരു 1000-2000 rupees അടച്ച് എഴുതുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ഫോമിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കെയർഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യുക. നമ്മളൊരു നോർമൽ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യണ പോലെയല്ല, ഒരു 5 step പ്രൊസീജിയർ വരുന്നുണ്ട്. പേപ്പർ സെലക്ട് ചെയ്യണം, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എക്സാമിനേഷൻ സിറ്റി സെലക്ഷൻസ്, ഫോട്ടോഗ്രാഫി, സിഗ്നേച്ചേഴ്സ്, കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഒരു 5 step പ്രോസസ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഓരോ സ്റ്റെപ്പും ചെയ്ത് പോകും. നിങ്ങൾ ഈ എല്ലാ സ്റ്റെപ്പും കൂടി ഒറ്റയിരിപ്പിന് കുത്തിയിരുന്ന് ചെയ്യണമെന്നുമില്ല. നിങ്ങൾക്ക് സേവ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ബട്ട് സ്റ്റിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു വീഡിയോ കണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ്, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടിങ് വിത്ത് ഏത് സൈറ്റിലാണ് അത് ഞാൻ നമ്മുടെ ഇതിലൂടെ നിങ്ങളോട് ഓൾറെഡി കൺവേ ചെയ്തിട്ടുണ്ട്. ഗേറ്റ് 2026 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ gate2026.iitg.ac.in ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മളെന്ത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വെബ് പേജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഓൾറെഡി ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് എഞ്ചിനീയറിംഗ് 2026 കണ്ടക്ട് ചെയ്യുന്ന IIT ഗുവാഹട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഈ വെബ് പേജ് ചെയ്ത് വന്നു കഴിയുമ്പോഴേക്കും ഇവിടെ ആപ്ലിക്കേഷൻ പോർട്ടൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിലാണ് നിങ്ങൾ എന്ത് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്താണ്, ഈ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് റിസീവ് ആവുക. ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വരിക. അപ്പോൾ അതിൽ എൻറോൾമെൻറ്റ് ID ചോദിക്കുന്നുണ്ട്, പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. പുതിയതായിട്ട് വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ എന്ന് വെച്ചാൽ ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ എൻറോൾമെൻറ്റ് ID കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ രജിസ്റ്റർ ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ രജിസ്റ്റർ ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇങ്ങനൊരു വെബ് പേജ് വരും. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പേര് ഫുള്ളായിട്ട് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു നെയിം ഇപ്പോൾ സപ്പോസ് ചെയ്യാം, അനിത് എന്നാണ് പേരെങ്കിൽ ANITH വാട്ട് എവർ മേ ബി. നിങ്ങളുടെ പേര് ഇവിടെ അടിക്കുക, മിഡിൽ നെയിം ഉണ്ടെങ്കിൽ അത് അടിക്കുക, സർ നെയിം ഉണ്ടെങ്കിൽ അത് അടിക്കുക. അപ്പോഴേക്കും നിങ്ങളുടെ ഫുൾ നെയിം ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ കാണിക്കുക, അത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് തന്നെയാണ് പേരെങ്കിൽ എന്ത് ചെയ്യുക, കൺഫേം കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലായിരിക്കും നിങ്ങളുടെ പേര് വരുന്നതെന്ന് പറയും. സോ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ മെയിൽ അഡ്രസ്സ് കൊടുക്കുക, കൺഫേം മെയിൽ അഡ്രസ്സ് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, കൺട്രി ഓഫ് റെസിഡൻസ് ഇന്ത്യൻ ആണോ അതർ ആണോ, ഇന്ത്യൻ ആണ് സെലക്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, കൺഫേം മൊബൈൽ നമ്പർ. പിന്നെ പാസ്വേഡ് കൊടുക്കുമ്പോൾ ചുമ്മാ 1 2 3 4 നമ്പേഴ്സ് കൊടുക്കാണ്ട് സ്പെസിഫിക് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഇന്ന സ്പെസിഫിക്കേഷൻ വന്ന രീതിയിൽ. ഇറ്റ് ഷുഡ് നോട്ട് ബി യുവർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ട്രിങ് ഓഫ് നമ്പേഴ്സ് ആവാണ്ട് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു 8 തൊട്ട് 15 ലെറ്റേഴ്സ് വന്ന രീതിയിൽ കൊടുക്കുക. കൺഫേം പാസ്വേഡും പിന്നെ വാല്യുവേഷനും കൊടുത്തിട്ട് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ രജിസ്റ്റർ കൊടുത്ത് കഴിയുമ്പോഴേക്കും എന്താണ്, നിങ്ങളുടെ ഫോണിലേക്ക് സിമിലർലി അതേപോലെ മെയിലിലേക്കും എന്താണ് നോട്ടിഫിക്കേഷൻ വരും. അതേപോലെ തന്നെ നിങ്ങളുടെ എൻറോൾമെൻറ്റ് ID മെയിലിൽ വരും. ഇപ്പോൾ സപ്പോസ് ഞാൻ ചെയ്ത് കഴിഞ്ഞതിൻ്റെ സെക്ഷൻ കാണിച്ചിട്ടാൽ ഇങ്ങനൊരു മെയിലായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ കണ്ടോ, യുവർ എൻറോൾമെൻറ്റ് ID ഈസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ എൻറോൾമെൻറ്റ് ID വരും. അത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ എൻറോൾമെൻറ്റ് ID. പിന്നെ നിങ്ങൾ അപ്ലൈ കയറുമ്പോൾ അതാണ് നിങ്ങൾക്ക് വേണ്ടത്. അതേപോലെ തന്നെ നിങ്ങളുടെ മെയിൽ വെരിഫൈ ചെയ്യാനും ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാനുള്ള 2 OTPs വരും. ഇത് മെയിലിൻ്റെ OTP, അതേപോലെ നിങ്ങളുടെ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാനുള്ള OTP വരും. അത് വെച്ചിട്ടാണ് നിങ്ങളെന്ത് പിന്നെ തിരിച്ച് എന്താ നിങ്ങളുടെ ലോഗിൻ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ആ എൻറോൾമെൻറ്റ് ID പാസ്വേഡും അതേപോലെ തന്നെ എന്താ വെരിഫിക്കേഷൻ ഈ റിലേഷൻ വരും. അപ്പോൾ അത് ടൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ലോഗിൻ കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ക്യാപ്ച കാര്യങ്ങളൊക്കെ എന്താ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഉള്ളിലേക്ക് 7 - 1 ഇപ്പോൾ 6 എന്നാണെങ്കിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ലോഗിൻ കൊടുത്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വരും, വെൽക്കം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജ് വന്ന് അത് കഴിയുമ്പോഴേക്കും എന്താ ഇവിടെ ഇനീഷ്യലി കയറുമ്പോൾ തന്നെ എല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്തൊരു ടിക്ക് കൊടുക്കണം. അത് കഴിയുമ്പോഴായിരിക്കും ഈ ഒരു പേജ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ്, നമുക്ക് ആപ്ലിക്കേഷൻ ഫോം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കയറുമ്പോൾ നമുക്കിവിടെ കാണാം ഒരു 1 2 3 4 5 സെക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. എക്സാം, പേഴ്സണൽ, അഡ്രസ്, ഡിഗ്രി, ഡോക്യുമെൻറ്റ്, ഡിക്ലറേഷൻ. അപ്പോൾ ഇതിലെ ഫസ്റ്റ് സെക്ഷനിലാണ് നിങ്ങളുടെ എന്ത് ഏത് എക്സാം പേപ്പറാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്ന് സെലക്ട് ചെയ്യേണ്ടത്. അതിൽ തന്നെ ഓൾറെഡി നമ്മുടെ സീരീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് 1 ഇല്ല 2 പേപ്പേഴ്സ് എഴുതാമെന്ന്, പ്രൈമറി സെക്കൻഡറി പേപ്പർ. അപ്പോൾ നിങ്ങളൊരു പേപ്പർ ആണെങ്കിൽ 1 എന്ന് കൊടുക്കുക, 2 എന്നാണെങ്കിൽ 2 എന്ന് കൊടുക്കുക.
അപ്പോൾ ഇപ്പോൾ 2 പേപ്പറാണ് നിങ്ങൾ എഴുതണമെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങളുടെ പ്രൈമറി പേപ്പർ ഏതാണെന്ന് നോക്കുക. ഇപ്പോൾ സിവിൽ ആണെങ്കിൽ സിവിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഗേറ്റ് പേപ്പർ 1 സിവിൽ എഞ്ചിനീയറിംഗ് ആണോ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് ചുമ്മാ ഒന്ന് ക്ലിക്കായി തെറ്റിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി പിന്നെ അവർ എടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ സിവിലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്കൻഡറി പേപ്പേഴ്സ് ഇവിടെ വരും. ഇതിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ആർക്കിടെക്ചറിൽ നിങ്ങൾ എഴുതാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ 2 പേപ്പർ എഴുതുമ്പോൾ ഡബിൾ ദി ഫീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എഴുതുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക 2 സെലക്ട് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യുക 1 മാത്രം സെലക്ട് ചെയ്യുക. പിന്നെ രണ്ടാമതുള്ളതാണ് എന്ത് എക്സാമിനേഷൻ സിറ്റി. പല കുട്ടികളും ഞങ്ങളോട് ചോദിക്കാറുള്ളതാണ് കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ടോ പുറത്താണോ. ചില പ്രാവശ്യം ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അവർ കേരളത്തിൽ സെൻറ്റർ ഇല്ല എന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാത്ത കേസും വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, കേരളത്തിൽ നമുക്ക് ഒരുപാട് സെൻറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്താൽ കിട്ടും. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആലുവയിലായാലും ആലുവ എറണാകുളം എന്ന് പറഞ്ഞിട്ട് സെൻറ്റർ ഉണ്ട്. അതേപോലെ ആലപ്പുഴയിൽ നിങ്ങൾ നോക്കി ആലപ്പുഴയുണ്ട്, ആറ്റിങ്ങലുണ്ട്, ചെങ്ങന്നൂരുണ്ട്. അങ്ങനെ സെൻറ്റേഴ്സൊക്കെ എന്താ കേരളത്തിലുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എവിടെയാണോ എക്സാം എഴുതേണ്ട ആ ഒരു എക്സാമിനേഷൻ സിറ്റി നിങ്ങൾക്ക് എന്താ ഇവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ 3 ഓപ്ഷൻ കൊടുക്കാം. നിങ്ങളുടെ പ്രൈമറി, സെക്കൻഡറി, തേർഡ് 1 ഓപ്ഷൻ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള എക്സാമിനേഷൻ സെൻറ്റർ എന്ത് ചെയ്യുക ഫസ്റ്റ് സെലക്ട് ചെയ്യാം, പിന്നെ സെക്കൻഡ്, പിന്നെ തേർഡ്. ഈ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് ഇവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത്ര ഓക്കെയാണ്, കുഴപ്പമില്ല. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക സേവ് ചെയ്ത് പോവാം. അപ്പോൾ ഡാറ്റ നിങ്ങൾ ചെയ്തത് സേവ് ആയെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക നെക്സ്റ്റിലേക്ക് പോവാം. അല്ലാണ്ട് ധൃതി പിടിച്ച് എല്ലാം കൂടി ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. ഓരോ സെക്ഷൻ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക കംപ്ലീറ്റ് ചെയ്ത് പോവാം. പിന്നെ ഉള്ളതാണ് എന്ത് സെക്കൻഡ് സെക്ഷൻ, പേഴ്സണൽ സെക്ഷൻ. ഈ പേഴ്സണൽ സെക്ഷൻസിൽ എന്താണ് നിങ്ങളുടെ പേര്, മെയിൽ ഐ ഡി, ഫോൺ നമ്പർ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇതപ്പോൾ ഇവിടെ വെരിഫൈ ചെയ്യാം. ഇതിൻ്റെ ഹോം പേജിലും വെരിഫൈ ചെയ്യാം. നിങ്ങൾക്ക് വന്ന OTP വെച്ചിട്ട് മെയിൽ ഐ ഡിയും വെരിഫൈ ചെയ്യുക. അതേപോലെ തന്നെ എന്താ മൊബൈൽ നമ്പറും വെരിഫൈ ചെയ്യും. അപ്പോൾ ഒരു പ്രാവശ്യം OTP എക്സ്പയർ ചെയ്യണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള വഴികളൊക്കെ ഉണ്ട്. ഇനി അതേപോലെ തന്നെ എന്താ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, കൺഫേം കൊടുക്കുക. നിങ്ങളിപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണേ. ഇപ്പോൾ സപ്പോസ് ചെയ്യുക 10 ഫെബ്രുവരി ആണ് നിങ്ങളുടെ ഇയർ വാട്ട് എവർ മേ ബി. ഇപ്പോൾ സപ്പോസ് 2005 എന്നാണെങ്കിൽ കൺഫേം ഡേറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും അത് പോപ്പപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി അഥവാ നമ്മൾ കൊടുക്കുമ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക്, കാരണം നമ്മുടെ ID പ്രൂഫ് വെച്ചിട്ടാണ് നമ്മൾ എക്സാം ചേർന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെയും ഒരു എടുത്ത് കാണിക്കേണ്ടത് ഇത് തന്നെയാണോ ആ രീതിയിൽ എന്താ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ജെൻഡർ കൊടുക്കുക, നാഷണാലിറ്റി, പിന്നെ കാറ്റഗറി SC ST. ഇത് ഗേറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. കാരണം നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് അതിനനുസരിച്ച് നിങ്ങളുടെ കട്ട് ഓഫിനും വ്യത്യാസങ്ങളുണ്ട്. ജനറൽ, അതേപോലെ തന്നെ OBC റേസ്, SC ST റേസ്, OBC നോൺ ക്രീമി ലെയറിൻ്റെ കേസ്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക നിങ്ങളുടെ കാറ്റഗറി സെലക്ട് ചെയ്യുക. പിന്നെ ഉള്ളതാണ് എന്ത് എവിടെയാണ് നിങ്ങൾ കൺട്രി, ഇന്ത്യ ആണോ, സ്റ്റേറ്റ് ഏതാണ്. ഇപ്പോൾ സ്റ്റേറ്റ് കേരള ആണെങ്കിൽ എന്ത് ചെയ്യുക കേരള കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ID പ്രൂഫ് ഏതാണ്, ആധാർ ആണെങ്കിൽ ആധാർ. അപ്പോൾ ആധാറിൻ്റെ എന്ത് ചെയ്യുക നമ്പർ ഇവിടെ എഴുതുക. പിന്നെ നിങ്ങളുടെ പാരൻ്റ്, അച്ഛൻ്റെ അമ്മയുടെ പേര് കൊടുക്കുക. അവരുടെ റിലേഷൻഷിപ്പ്, ഫാദർ, മദർ, സ്പൗസ്, ഇല്ലേ ഗാർഡിയൻ ആണെങ്കിൽ ആ രീതിയിൽ. പിന്നെ ഫാദറിൻ്റെയും ഫോൺ നമ്പർ കാര്യങ്ങളും കൊടുക്കുക. ഇത്രയാണ് സെക്കൻഡ് സെക്ഷനിൽ ചെയ്യേണ്ടത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ സേവ് ചെയ്യാണ്ടോ അടുത്ത സെക്ഷനിലേക്ക് പോവാം. ബട്ട് സ്റ്റിൽ സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യാം തേർഡ് സെക്ഷൻ അഡ്രസ്സ്. അപ്പോൾ അഡ്രസ്സിൽ എന്ത് ചെയ്യുക നിങ്ങളുടെ പിൻകോഡ്, അതേപോലെ കൺട്രി, സ്റ്റേറ്റ്, പിന്നെ അഡ്രസ് ലൈൻസ്, സിറ്റി, ടൗൺ. അപ്പോൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള ഇത് സെറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് പോവുക. ആ ഒരു സെക്ഷനാണ് എന്ത് തേർഡ് വന്നത് അഡ്രസ്സ്. ആൻഡ് ഫോർത്ത് വന്നാണെന്ത് നിങ്ങളുടെ ഡിഗ്രി ഡീറ്റെയിൽസ്. എവിടെയാണ് കോളേജ് ഏത് കൺട്രിയിലാണ്, ഏത് സ്റ്റേറ്റ് ആണ്, കോളേജിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അതേപോലെ നിങ്ങളുടെ റോൾ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ, ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോളേജ് ID ബേസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറാണ് അവിടെ എഴുതേണ്ടത്. ക്ലിയർ? അല്ലാണ്ട് ക്ലാസ്സിലുള്ള റോൾ നമ്പർ അല്ല, നിങ്ങളുടെ കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള രജിസ്ട്രേഷൻ നമ്പറാണ് അവിടെ എഴുതേണ്ടത്. പിന്നെ ക്വാളിഫൈങ് ഡിഗ്രി, ഡിപ്പെൻഡിങ് ഓൺ നിങ്ങൾ ഏത് ഡിഗ്രിയാണ്. ഇപ്പോൾ BTech തേർഡ് ഇയർ ഓൺവേർഡ്സ് ഗേറ്റ് എക്സാം എഴുതാം, AMI സെക്ഷൻ A കഴിഞ്ഞവർക്കൊക്കെ എഴുതാം എന്നുള്ള രീതിയിൽ ഓരോ കേസുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് എന്ത് ചെയ്യാം കൊടുക്കുക. MTech ആവട്ടെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടോ ഇല്ല തേർഡ് ഇയറിൽ എഴുതാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇല്ലെങ്കിൽ ഏത് കൊല്ലമാണ് ക്വാളിഫൈ ആണ് അത് കറക്റ്റായിട്ട് കൊടുക്കാം കേട്ടോ. മിക്കപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന ഒരു സെക്ഷനാണ്. ഏത് ഇയറാണ് നിങ്ങൾ പാസ് ഔട്ട് ആവുക ക്വാളിഫൈ അത് കൊടുക്കുക. ഏത് യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ള രീതിയിൽ അതും ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇത് ടൈപ്പ് ചെയ്യുന്നിടത്ത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഇവിടെ വരും ഏതാണെന്നുള്ള വെച്ചിട്ട്. ഇപ്പോൾ APJ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി അതാണെങ്കിൽ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് വരും. പിന്നെ കോളേജിൻ്റെ പേരും വരും. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക. ഇനി ഷോർട്ട് നെയിംസ് കിട്ടിയില്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും അലൗഡ് അല്ല.
ഇവിടെ കൊടുത്തിട്ടുണ്ട് as you start typing the college name you will see list of college. Please select your college if it appears in the list. Otherwise type the college name in full form. ഇനി വന്നില്ലെങ്കിൽ എന്താ നിങ്ങളുടെ കോളേജിൻ്റെ പേര് ഫുൾ ഇതായിട്ട് എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്യുക, ഷോർട്ടായിട്ടല്ല ഫുള്ളായിട്ട്. അതേപോലെ യൂണിവേഴ്സിറ്റി ടൈപ്പ് ചെയ്യുമ്പോഴേ നിങ്ങൾ വന്നില്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുക ഫുൾ ഫോം ആയിട്ട് എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്യുക. ക്ലിയർ ആണോ? അപ്പോൾ അതാണ് എന്ത് നമ്മുടെ ഡിഗ്രി സെക്ഷൻ. ആൻഡ് ഫിഫ്ത്ത് ആൻഡ് ഫൈനൽ സെക്ഷൻ ആണ് എന്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. കാരണം ഓൾറെഡി അവരൊരു സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിൽ ഫോട്ടോഗ്രാഫി അപ്ലോഡ് ചെയ്യാണ്ട്, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാണ്ട്, അതേപോലെ തന്നെ എന്താ നിങ്ങളുടെ ID പ്രൂഫ് അപ്ലോഡ് ചെയ്യാണ്ട്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ 3ലും അതിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ JPG PNG ആയിരിക്കണം. അതിൻ്റെ റെസൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട് 200 to 260 പറഞ്ഞിട്ടുള്ള റെസൊല്യൂഷൻ. ഫേസ് കറക്റ്റായിട്ട് വേണം, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് ബെറ്റർ. ഇത്ര 5 KB 600 KB ഉള്ളിലായിരിക്കണം ഫോട്ടോഗ്രാഫ് വന്നത്. സിഗ്നേച്ചറും സിമിലർലി റെസൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 3 KB 300 KB ഉള്ളിലായിരിക്കണം സൈസ് വരുന്നുണ്ട്. ഫോട്ടോ ID വരുമ്പോൾ 10 KB 600 KB ഉള്ളിലായിരിക്കണം. നിങ്ങളുടെ ഫോട്ടോ ID ആധാറാണോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ എന്നുവെച്ചാൽ നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന ഒരു ഫോട്ടോ ID വേണം എക്സാമിന് കൊണ്ടുപോകാനായിട്ടും യൂസ് ചെയ്യേണ്ടത്. പിന്നീട് ജനറൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഗേറ്റ് 26 കുറിച്ച് അറിഞ്ഞത്, എന്താണ് നിങ്ങളുടെ പർപ്പസ്, ഹയർ സ്റ്റഡീസ്, ജോലി, കറസ്പോണ്ടിങ് എവിടെ നിന്നാണ് അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണോ, നെറ്റാണോ, ഇത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നാണോ, അങ്ങനെ. അപ്പോൾ ഇതാണ് എൻ്റെ 5th സെക്ഷൻ. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിക്ലറേഷനിലേക്ക് കൊടുക്കാം. നിങ്ങൾ കൊടുത്തതെല്ലാം ശരിയാണ്, വേറെ മിസ്റ്റേക്സ് ഒന്നുമില്ല, സത്യമാണെന്നുള്ള രീതിയിൽ കൊടുത്ത് നിങ്ങളുടെ ഫൈനൽ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഫോം കണ്ട് ഒന്നും കൂടി നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. ഈച്ച് ആൻഡ് എവരി പേര് തൊട്ട് ലാസ്റ്റ് നിങ്ങൾ കൊടുത്ത് ഫോട്ടോഗ്രാഫ് കാര്യങ്ങൾ വരെ ഒന്നും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. പെർഫെക്റ്റ് ആണോ എന്ന് എല്ലാം ഒന്ന് നോക്കുക. എവിടെയെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് മാറ്റുക. അതിനുശേഷം എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെൻറ്റ് അടക്കാനുള്ള സെക്ഷൻ വരും. അപ്പോൾ ഒരു പേപ്പർ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേയ്മെൻറ്റ്, 2 ആണെങ്കിൽ 2 പേയ്മെൻറ്റ്. ഇനി SC/ST ആണെങ്കിൽ പേയ്മെൻറ്റ് ഡേയ്സ് വ്യത്യാസമുണ്ട്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ ആ രീതിയിൽ. അപ്പോൾ ഇതാണ് എന്ത് നമ്മൾ പ്രോപ്പറായിട്ട്. ഇനി ഇതിപ്പോൾ പകുതിക്ക് വെച്ച് സേവ് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് എന്താ ബാക്കിലേക്ക് വരാം. നിങ്ങൾക്കിപ്പോൾ തിരിച്ചെന്താണ് ഹോം സെക്ഷനിലേക്ക് വരാം. അതിനൊന്നും കുഴപ്പമില്ല. തിരിച്ച് വന്നു കഴിഞ്ഞാൽ എന്താ പിന്നെയും എഡിറ്റ് ചെയ്യാം ലോഗിൻ ചെയ്തിട്ട്. ഇത് ത്രൂ ഔട്ടായിട്ട് ഇത് ഫുൾ ഒറ്റ ടൈമിൽ തന്നെ ചെയ്യണമെന്നില്ല. ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ നല്ല കാര്യം, പിന്നെ അത് നോക്കണ്ട. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് ഹോം വന്നിട്ട് പിന്നെയും സേവ് ചെയ്യുക. ഒരു സെക്ഷൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പകുതിക്ക് വെച്ച് സേവ് ചെയ്യലല്ല, പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ ഫൈനലി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടും. അത് പ്രിൻ്റ് എടുത്ത് വെക്കുക. ഫൈനൽ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഫൈനൽ ഫോം എന്ത് ചെയ്യുക, പ്രിൻ്റ് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അപ്പോൾ കിട്ടില്ല, അറൗണ്ട് ജനുവരി ആവും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കിട്ടാനായിട്ട്. സോ ഇതാണ് എന്ത് ഗേറ്റ് 2026 ആപ്ലിക്കേഷൻ ഫോം എന്താണ് ഫില്ല് ചെയ്യാനുള്ള പ്രൊസീജിയർ. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാം. സോ അതേപോലെ തന്നെ നമ്മുടെ വൺസ് ഇന്ത്യയിൽ ഗേറ്റ് 2026 എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കോഴ്സുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലേണിംഗ് കോഴ്സുകൾ വിത്ത് ആൻഡ് വിത്തൗട്ട് സ്റ്റഡി മെറ്റീരിയൽ. അപ്പോൾ നമ്മുടെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക. സ്മാർട്ട് വീഡിയോ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽസ്, ഹാർഡ് കോപ്പി സ്റ്റഡി മെറ്റീരിയൽ, ടെസ്റ്റ് സീരീസ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി ഒരു കുറച്ച് ടൈമേ ഉള്ളൂ അല്ലേ, ഒരു 6 മാസവും പോലും ഇല്ല. അപ്പോൾ അതിനുള്ളിൽ ഗേറ്റ് ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു എഫേർട്ട് നിങ്ങൾ പുട്ട് ചെയ്യണം. അതിന് വേണ്ടിയുള്ള സബ്ജക്ട്സ് കാര്യങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇനി ഉള്ള ദിവസങ്ങളിൽ അല്ലേ, ഇപ്പോൾ ഇതുവരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടാവും, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടവരുണ്ടാവും. അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾ വൺസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയുള്ള രീതിയിലുള്ള ഗേറ്റ് 26 ടാർഗറ്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള കോച്ചിങ്സ് ആണെന്ത് നമ്മുടെ വൺസിൽ പ്രൊവൈഡ് ചെയ്യണം. അതും കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട്സ് മേക്ക് ചെയ്തേക്കുന്ന ഒരു അക്കാഡമിയാണ് എന്ത് വൺസ് എന്ന് പറയുന്നത്. നമ്മുടെ വെബ് പേജ് ആവട്ടെ, ഇൻസ്റ്റാ പേജ് ആവട്ടെ, സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് നോക്കിയാൽ കാണാം ഒരുപാട് ക്വാളിഫയേഴ്സ് 2020, 21, 22, 23, 24, 25 ഒരുപാട് കുട്ടികൾ ഗേറ്റ് എക്സാമിന് വൺസിൽ നിന്ന് ക്വാളിഫൈ ചെയ്ത് PSUവിൽ ഡയറക്റ്റ് BTech വിത്ത് ഗേറ്റ് സ്കോർ വെച്ചിട്ട് ഡയറക്റ്റ് PSUവിൽ കയറി ഒരുപാട് ക്വാളിഫയേഴ്സ് മീൻസ് ഗേറ്റ് ക്വാളിഫയേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ എന്താ IIT IASൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. നമ്മുടെ ഹാൻഡിൽസ് നോക്കി കഴിഞ്ഞാൽ ഇവരുടെ ഫോട്ടോസ്, ഗ്രാഫും അതേപോലെ തന്നെ വീഡിയോസും അവരുടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളും കാണാം. അപ്പോൾ നിങ്ങൾ ഒട്ടും വൈകണ്ട, എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, വൺസിൽ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക ഗേറ്റ് 2026 വേണ്ടിയുള്ള. അതേപോലെ തന്നെ ഗേറ്റ് 26 ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. ബാക്കി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാര്യങ്ങളുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. സോ താങ്ക് യു.